ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയം ആവർത്തിക്കാൻ പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യൻ ടീം പോരാടുന്നത്. ക്രിക്കറ്റ് ചരിത്രം കണ്ട ഏറ്റവും മികച്ച റൈവലറിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത്. ഇതിനു മുമ്പ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലായിരുന്നു. അന്ന് ഇന്ത്യയെ തോൽപ്പിച്ച് പാകിസ്ഥാൻ കിരീടം നേടി. ഇത്തവണ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. പാകിസ്ഥാൻ ആകട്ടെ ന്യൂസിലാൻഡിനോട് പരാജയപ്പെടുകയായിരുന്നു. അവരെ സംബന്ധിച്ച് ഇന്ത്യക്കെതിരെ വിജയം അനിവാര്യമാണ്. ഈ മത്സരം വിജയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്ന സാഹചര്യം വരെ പാകിസ്ഥാന് ഉണ്ടാകാം. എന്നാൽ ഇന്ത്യക്ക് വിജയിച്ചാൽ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ കഴിഞ്ഞേക്കും. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ 3 കാര്യങ്ങൾ ഇന്ത്യ ചെയ്യണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിൽ ഒന്നാമത്തേത് മിഡിൽ ഓവറുകളിൽ പേസർമാരെ കൂടി ഇന്ത്യ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തണം എന്നതാണ്. ഇന്ത്യൻ ടീമിന്റെ നിലവിലെ ഘടന അനുസരിച്ച് രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് തുടങ്ങിയ സ്പിന്നർമാരെ മധ്യ ഓവറുകളിൽ കൂടുതലായി ഉപയോഗിക്കാനാണ് സാധ്യത. ഏകദിനത്തിൽ 11 മുതൽ 40 വരെയുള്ള ഓവറുകളിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുന്ന താരങ്ങൾ തന്നെയാണ് ഇവർ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പാകിസ്ഥാനെതിരെ മധ്യ ഓവറുകളിൽ ഹാർദിക് പാണ്ഡ്യയെയും ഹർഷിത് റാണയെയും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കട്ടറുകളും ഹാർഡ് ലെങ്ത് പന്തുകളും എറിഞ്ഞ് പാക് മധ്യനിര ബാറ്റർമാരെ പ്രതിരോധത്തിലാക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ കഴിയും. നിലവിൽ ഫോമിലുള്ള പാക് മധ്യനിര ബാറ്റർ സൽമാൻ ആഗ സ്പിന്നിനെ നേരിടാൻ ഏറെ മിടുക്കനാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പേസർമാരെ ഇന്ത്യ ഉപയോഗിക്കാനുള്ള സാധ്യത ഏറെയാണ്. പാക് ബാറ്റർമാരുടെ ദൗർബല്യം ഉപയോഗപ്പെടുത്താനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. രണ്ടാമതായി ഇന്ത്യ ചെയ്യേണ്ട കാര്യം അക്സർ പട്ടേലിനെ 5ാമത്തെ പൊസിഷനിൽ തന്നെ ബാറ്റ് ചെയ്യാൻ അനുവദിക്കണം എന്നതാണ്. അബ്രാർ അഹമ്മദ്, കുഷ്തിൽ ഷാ, സൽമാൻ ആഗ തുടങ്ങിയ സ്പിന്നർമാരെ മധ്യ ഓവറുകളിൽ പാകിസ്ഥാൻ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അവരുടെ പേസ് ബോളർമാർ പവർ പ്ലേ ഓവറുകളിലാണ് ഏറ്റവും നന്നായി പന്തെറിയാറുള്ളത്. അതുകൊണ്ട് തന്നെ മധ്യ ഓവറുകളിൽ പാകിസ്ഥാൻ സ്പിന്നിനെ കൂടുതലായി ആശ്രയിക്കും. ഈ സാഹചര്യത്തിൽ അക്സർ പട്ടേലിനെ 5ാം നമ്പറിൽ ഇറക്കുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഉചിതമായ കാര്യം. അബ്രാറിനെയും കുഷ്തിലിനെയും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ അക്സറിന് സാധിക്കും. മുമ്പത്തെ മത്സരങ്ങളിൽ 4ാം ബോളറായും 5ാം ബോളറായും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് അബ്രാറും കുഷ്തിലുമാണ്. സൽമാൻ ആഗയുടെ സേവനവും പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തിയേക്കും. അക്സർ 5ാമതായി വന്നാൽ KL രാഹുലിന്റെ സേവനം ഇന്നിംഗ്സിന്റെ 2ാം പകുതിയിലേക്ക് ലഭിക്കും. അതിനുശേഷം ഡെത്ത് ഓവറുകളിൽ പാക് പേസർമാരെ നേരിടാൻ ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും എത്തും. ഇന്ത്യൻ ടീം പിന്തുടരേണ്ട 3ാമത്തെ സ്ട്രാറ്റജി ഷഹീൻ അഫ്രീദിക്കെതിരെ ഉള്ളതാണ്. മുമ്പും ഇത് ഫലപ്രദമായി ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അഫ്രീദിക്ക് മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തണം. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന് ഏറെ സമ്മർദ്ദം നൽകിയിരുന്ന ഒരു ഷഹീൻ അഫ്രീദി ഉണ്ടായിരുന്നു. ആ കാലം അവസാനിച്ചു. ഗുരുതരമായ പരിക്കിന് ശേഷം തിരിച്ചെത്തിയ അഫ്രീദിക്ക് തന്റെ മുൻകാല പ്രകടനത്തിന് ഒപ്പമെത്താൻ സാധിക്കുന്നില്ല. മുമ്പ് നടന്ന 2 ICC ഇവന്റുകളിലും അഫ്രീദിയെ ലക്ഷ്യം വെച്ച് ഇന്ത്യൻ ഓപ്പണർമാർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറുള്ളത്. ഈ സ്ട്രാറ്റജി തുടരണം. ഏറെ ടാർഗറ്റ് ചെയ്യപ്പെട്ടാൽ ഷഹീൻ അഫ്രീദിയുടെ താളം നഷ്ടപ്പെടാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഷഹീൻ അഫ്രീദിയെ ആദ്യം ആക്രമിച്ച് കളിക്കാനായാൽ പിന്നീട് പാക് ടീമിന്റെ ബോളിംഗ് പ്ലാനുകൾ തകിടം മറിയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.